അടുത്ത മന്ത്രിസഭയിൽ ആരൊക്കെ, മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം, അങ്ങനെയെങ്കിൽ ആ മന്ത്രിസ്ഥാനം ആരൊക്കെ കൈയാളും, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ച് പോകേണ്ടതുണ്ട്. കാരണം ഏത് പശ്ചാത്തലത്തിൽ ആണ് ഇത്ര വലിയ ചർച്ചകൾ നടക്കുന്നത്, അതിവേഗത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴിതാ ടീം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ചെറിയ മാറ്റങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം. ഈ അംഗങ്ങൾ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ പുതുമുഖങ്ങളെ സംബന്ധിച്ച്, വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ജാതിമത സമവാക്യങ്ങൾ സംബന്ധിച്ച് എന്ത് തന്നെയാണെങ്കിലും തിങ്കളാഴ്ചയാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ 21 അംഗങ്ങൾ ഉള്ള മന്ത്രിസഭ, നമുക്കറിയാം കേരളത്തിന്റെ നിയമസഭയിലെ അംഗബലം എന്നത് 140 അതനുസരിച്ച് 21 മന്ത്രിമാർ എന്നതാണ് പരമാവധി മന്ത്രിസഭയിലെ അംഗബലം. ആ 21 മന്ത്രിമാരും ഈ സത്യപ്രതിജ്ഞയെ, അതായത് തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്കൊപ്പം വി.ഡി. സതീശനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് UDFന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രിമാരെയും കൃത്യമായി തന്നെ തീരുമാനിക്കും ഇന്നും നാളെയുമായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റന്നാൾ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, ആ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് എന്ന് നമുക്കറിയാം. ആ ചടങ്ങിൽ ഏതൊക്കെ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നത് സംബന്ധിച്ച പട്ടിക നേരത്തെ തന്നെ ഗവർണർക്ക് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഉച്ചയോടുകൂടി ഈ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറും എന്നതാണ് വിവരം. അതിനുശേഷം പിന്നീട് വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ്. അതായത് സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടന്നാൽ 3 ദിവസത്തിനകം തന്നെ ഈ നിയമസഭാ സമ്മേളനം ചേരുകയും ആ വ്യാഴാഴ്ച തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതായത് MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം 22-ാം തീയതി, മെയ് 22-ാം തീയതി ആയിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇപ്പോൾ നടക്കുന്ന ഈ മാരത്തൺ ചർച്ചകളുടെ ഭാഗമായി അടുത്ത സ്പീക്കർ ആരാണ്, സ്പീക്കർ കോൺഗ്രസിൽ നിന്ന് തന്നെയാകും. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് ഘടകകക്ഷികൾക്ക് നൽകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇനി ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നതൊക്കെ നിയമസഭയിൽ കേവലമായ ഫോർമാലിറ്റി മാത്രമായിരിക്കും. കാരണം പ്രതിപക്ഷത്ത് കേവലം 35 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അങ്ങനെ മത്സരിപ്പിച്ച് ജയിക്കുക എന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഐക്യകണ്ഠേനയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സാധ്യത. പക്ഷേ അത് പ്രതിപക്ഷത്തിന്റെ യുക്തിസഹമായ തീരുമാനമാണ്. അവർക്ക് മത്സരിപ്പിക്കണമെങ്കിൽ മത്സരിപ്പിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 22-നാണ് എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നയപ്രഖ്യാപന പ്രസംഗം എന്നതാണ്. അതായത് ഒരു സർക്കാരിന്റെ പുതിയ രൂപീകരണത്തിലേക്ക് വരുന്നു. സർക്കാർ രൂപീകരിച്ചതിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗം അടക്കം നമുക്കറിയാം. അതായത് സർക്കാരാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നത്. പക്ഷേ അത് വായിക്കുന്നത് നമ്മുടെ ഗവർണർ ആണ്, രാജേന്ദ്ര അലേക്കർ ആണ്. ചിലപ്പോഴെങ്കിലും മാത്രമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ ഗവർണർക്ക് അതൃപ്തി ഉണ്ടാവുകയും അങ്ങനെ വായിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്കറിയില്ല. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് BJP സർക്കാരാണ്. തീർച്ചയായും ആ സർക്കാരിന്റെ നോമിനിയാണ് രാജേന്ദ്ര അലേക്കർ. അതേസമയം നയപ്രഖ്യാപനം തയ്യാറാക്കുന്നത് UDF സർക്കാരാണ്. പല വിഷയങ്ങളിലും BJP-യുമായും കേന്ദ്ര നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ ആദ്യത്തെ സമ്മേളനം എന്ന നിലയിൽ അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ചില പദ്ധതികളെ സംബന്ധിച്ചൊക്കെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. കാരണം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനിടെ പിണറായി വിജയൻ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഇപ്പോഴും UDF-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങളും അതിൻ്റെ തുടർച്ചയും എന്ന നിലയിലായിരിക്കും സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ 1 വർഷത്തെ പ്രവർത്തനങ്ങൾ അതെങ്ങനെ എന്നുകൂടി വിഭാവനം ചെയ്യുന്നതായിരിക്കും ആ നയപ്രഖ്യാപന പ്രസംഗം. അത് നടക്കാൻ പോകുന്നത് 29-ാം തീയതിയാണ്. ഒപ്പം പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂൺ 5-ന് എന്നുള്ളതാണ്. നമുക്ക് ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സർക്കാരിനെ, അതായത് പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കുന്നതിൽ ഒരു പ്രതിഷേധ സമരം എന്നത് കേരളം ഏറ്റെടുത്തത് ആശാവർക്കർമാരുടെ സമരം ആയിരുന്നു. അന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വി.ഡി. സതീശൻ പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിലെ ആദ്യ തീരുമാനം അത് ആശാവർക്കർമാരുടെ
പ്രതിദിന വരുമാനം ഉയർത്തുന്നതായിരിക്കും എന്നതാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുമോ, അതിനപ്പുറത്ത് ബജറ്റിൽ ആയിരിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതൊരു പരിധിവരെയെങ്കിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ട്. കാരണം ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെ ഞങ്ങൾക്ക് സൗജന്യ യാത്ര എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു BJPയുടെ വനിതാ പ്രവർത്തകരൊക്കെ വലിയ പ്രതിഷേധം നടത്തിയത്. എന്ത് തന്നെയാണെങ്കിലും സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള, വനിതകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സൗജന്യ യാത്ര, അത്തരം പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമോ? ചെലവ് ചുരുക്കൽ പോലെയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? ഇപ്പോഴിതാ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അത് 3 രൂപ എന്ന നിലയിലാണ്. ഒരുപക്ഷെ ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് ഇനിയും കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ സെസ് വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കാര്യമായ മാറ്റമുണ്ടാകുമോ? ഇങ്ങനെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ, അതായത് പ്രിയ പ്രേക്ഷകരോട് വളരെ ലളിതമായി പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിക്കാൻ പോകുന്ന വിഷയം എന്നത് ഇതൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും ആദ്യ ബജറ്റിലാണ്. അത് ജൂൺ 5-ാം തീയതിയാണ്. പക്ഷേ ഈ മന്ത്രിസഭയിൽ ആരൊക്കെയുണ്ട്? അതാണ് ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം ഏതാണ്ട് 11-12 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും എന്ന സൂചനകൾ ആണ് വരുന്നത്. ഒപ്പം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിന് എന്ന നിലയിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അവിടെ ചില മാറ്റങ്ങൾ കൂടി ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് 4 മന്ത്രിമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പദവി ഒരുപക്ഷെ നൽകാം. അത് സ്പീക്കർ പദവിയാണോ, വിപ്പ് പദവിയാണോ? അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ ആണ് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. TG സജിത്ത്, അതോടൊപ്പം തന്നെ VV അരുൺ, ഇവർ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R കിരൺ ബാബുവും ചേരുന്നു. ഇപ്പോൾ ഇതാ സജിത്തിലേക്ക് പോകുമ്പോൾ, സജിത്ത്, മാരത്തൺ ചർച്ചകൾക്ക് ശേഷമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്തിപ്പെടാൻ സാധിച്ചത്. ഇനി അറിയേണ്ടത് ആ ടീമിൽ ആരൊക്കെ ഉണ്ടാകും? പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന്, ലീഗിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന്, ഒപ്പം ഒരേ ഒരു അംഗങ്ങളെ മാത്രം എത്തിക്കാൻ സാധിച്ചിട്ടുള്ള നിരവധിയായ പാർട്ടികൾ. അതിൽ KK രമ മന്ത്രിസ്ഥാനത്തിന് താല്പര്യമില്ല എന്ന് അറിയിച്ചതായാണ് നമുക്ക് വിവരം. അനൂപ് ജേക്കബ് നേരത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. CP ജോൺ പുതുമുഖമാണ്. അങ്ങനെയൊക്കെയുള്ള അംഗങ്ങളുണ്ട്. മാണി C കാപ്പൻ ഒരു പക്ഷേ ഈ മന്ത്രിസഭയിൽ ഇടം ലഭിക്കുമോ? ഇത്തരം സംശയങ്ങളുണ്ട്. എവിടെ വരെ എത്തി നിൽക്കുന്നു ചർച്ചകൾ? ഒരു പൊതുധാരണയിലേക്ക് എത്തി എന്ന് ഈ മണിക്കൂറിൽ പറയാൻ സാധിക്കുമോ സജിത്ത്? അഭിലാഷ, ഇന്നത്തെ പകൽ ദിനം നിർണായകമാണ്. കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്ന ഈ ഉഭയകക്ഷി ചർച്ചകളിലാണ് പൊതുരൂപം ഉണ്ടാവേണ്ടത്. കോൺഗ്രസിന്റെ മനത്തിൽ മന്ത്രിസഭ സംബന്ധിച്ച ഒരു പൊതുരൂപം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഘടകകക്ഷികളുമായി പങ്കുവെച്ച് അതിലൊരു ധാരണ ഉണ്ടാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. അതിലാദ്യം ലീഗാണ്. ലീഗിന്റെ കാര്യം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 2011 സ്റ്റാറ്റസ് വേണം, അത് തുടരണം. ഇതാണ് ലീഗിന്റെ ആവശ്യം. അതായത് 5 മന്ത്രിമാർ എന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ ആവശ്യത്തിലേക്ക് ഇത്തവണ പോകുമ്പോൾ സ്വാഭാവികമായും വെല്ലുവിളികളുണ്ട്. ലീഗിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും അധികം MLA-മാരുള്ള ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആവശ്യം അവർക്ക് മുന്നോട്ട് വയ്ക്കാം, ലീഗിനത് വാദിച്ച് വിജയിക്കാവുന്നതുമാണ്. പക്ഷേ കോൺഗ്രസ് മറ്റൊരു അഭ്യർത്ഥന, മറ്റൊരു നീക്കം മുന്നോട്ട് വയ്ക്കുകയാണ്. 4 മന്ത്രിമാർ നൽകാം, ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും നൽകാം. ഇതാണ് അവരുടെ സൊല്യൂഷൻ. കാരണം ലീഗിന് അർഹതയുണ്ട്, യോഗ്യതയുണ്ടെങ്കിൽ കൂടിയും ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതായത് 5 മന്ത്രിമാർ ലീഗിന് നൽകിയാൽ പിന്നീട് വീതം വെക്കാൻ 5 മന്ത്രിമാർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. കാരണം 21 മുഖ്യമന്ത്രി അടക്കം 21 പേരിൽ 10 മന്ത്രിസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം 10 മന്ത്രിസ്ഥാനങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അവശേഷിക്കുന്ന 10 സ്ഥാനങ്ങളിൽ 5 എണ്ണം ലീഗിന് നൽകിയാൽ പിന്നീട് ചെറുകക്ഷികൾക്കും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെയായി നൽകാൻ കഴിയുന്ന 5 സ്ഥാനങ്ങൾ മാത്രമാണ്. അത് വീതം വെച്ച് എല്ലാവർക്കും ഒരു പ്രാതിനിധ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഇതാണ് ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളി. രണ്ടാമതൊരു ഘടകം കൂടിയുണ്ട്. ആ രണ്ടാമത്തെ ഘടകമാണ് മറ്റൊരു പ്രാധാന്യമുള്ളത്. അതായത് ലീഗിന് വീണ്ടും 5-ാം മന്ത്രി നൽകിയാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ ചരടുവലികൾ, ചർച്ചകൾ, കല്ലുകടികൾ, ഇതുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്. കാരണം ലീഗിന് കീഴടങ്ങിയെന്ന ആക്ഷേപം ഇതിനകം തന്നെയുണ്ട്. ഇതിന് പുറമെ ഈ സാഹചര്യം 5-ാം മന്ത്രി സ്ഥാനം കൂടി വന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കിടിവെക്കും. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ അതൊരു പുതിയ നീക്കമായി മാറും. അതൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് 4 മന്ത്രിമാർ എന്ന ഒരു നീക്കം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ആദ്യ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഈ ആവശ്യം, ഈ നിലപാട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കും. KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, ഒപ്പം തന്നെ സണ്ണി ജോസഫ് ഇവരടങ്ങുന്ന മുതിർന്ന നേതാക്കളാണ് ഈ കോൺഗ്രസിന്റെ നിലപാട് മുന്നോട്ട് വെച്ച് ലീഗിന്റെ ഒരു അംഗീകാരം വാങ്ങാൻ ശ്രമിക്കുന്നത്.
കാരണം ഈ സാഹചര്യം ബോധ്യപ്പെടണമെന്നാണ് അവരുടെ ആവശ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് വലിയ സ്ട്രൈക്ക് റേറ്റ് ഇത്തവണയുള്ള പാർട്ടിയാണ്. ഒരു ജയിച്ചതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും ജയിപ്പിച്ച കക്ഷിയാണ്. 2 മന്ത്രിസ്ഥാനമാണ് അവരുടെ ആവശ്യം. പക്ഷേ അത് ഒരു മന്ത്രിസ്ഥാനത്തിൽ തന്നെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പകരം അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചീഫ് വിപ്പ് സ്ഥാനം നൽകാം. ഇതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷൻ. അതിന് കേരള കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. ഇതിനു പുറമെ മറ്റ് കക്ഷികൾക്കെല്ലാം പ്രാതിനിധ്യം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചു പോയത് ഈ RSP അടക്കമുള്ള കക്ഷികളാണ്. RSP ഷിബു ബേബി ജോണിന്റെ പേര് മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് അർഹത. അവർ ആ വാദമേ ഉന്നയിക്കുന്നുള്ളൂ. പക്ഷേ മികച്ച ഒരു വകുപ്പ് വേണം, ജലവിഭവ വകുപ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പ് വേണമെന്ന RSPയുടെ ആവശ്യമുണ്ട്. ആ വകുപ്പ് സംബന്ധിച്ച ചർച്ചകളും ഇതിനൊപ്പം ധാരണയായി മുന്നോട്ട് പോവേണ്ടതാണ് എന്നതുകൂടിയാണ് ഈ വെല്ലുവിളി ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇത് സംബന്ധിച്ച മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ സംബന്ധിച്ച കൃത്യമായ ജിയോ പുറത്തിറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷന് മുമ്പായി തന്നെ ഒരു പൊളിറ്റിക്കൽ ധാരണ ഉണ്ടാക്കണം എന്നതാണ് ഉയർത്തുന്ന ഒരു വെല്ലുവിളി. RMP അടക്കമുള്ള കക്ഷികൾ UDFന്റെ നേരിട്ടുള്ള അംഗങ്ങളല്ല, അസോസിയേറ്റ് അംഗങ്ങളാണ്. സ്വാഭാവികമായി അവർക്ക് നേരിട്ട് വേണമെങ്കിൽ മുന്നണിയുടെ ധാരണ രീതികൾ അനുസരിച്ച് മന്ത്രിസ്ഥാനത്തിന് ചോദിച്ചാലും പരിഗണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു UDFന്റെ ഒരു പൊതു സ്വഭാവത്തിൽ എല്ലാ കക്ഷികൾക്കും ഒപ്പം നിൽക്കണം, എല്ലാവർക്കും പരിഗണന നൽകണമെന്ന VD സതീശന്റെ നിലപാട് കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ KK രമ ആവശ്യപ്പെട്ടില്ലെങ്കിലും ചില നിലപാടുകളും നീക്കുപോക്കുകളും ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ആ തരത്തിലുള്ള പരിഗണന ഉണ്ടാകാം. മാണി സി കാപ്പന് നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം ഓഫർ ഉണ്ടായിരുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് കാപ്പൻ പലവട്ടം തെരഞ്ഞെടുപ്പിന് ശേഷം UDFന് അനുകൂലമായി വിധി വന്നതിന് ശേഷം മുന്നണി നേതാക്കളും VD സതീശനുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് പൂർണ്ണമായി പരിഗണിക്കപ്പെടുമോ? ഇതിനിടയിലാണ് ഒരു സാധ്യത കൂടി ബാക്കി നിൽക്കുന്നത്. ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ? ഇടതുമുന്നണി അവരുടെ രണ്ടാമത്തെ സർക്കാരിൽ കൊണ്ടുവന്നതുപോലെ ടേം വ്യവസ്ഥയിൽ ഇത് വീതം വയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ആ സാധ്യതയിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രിയും 10 മന്ത്രിസ്ഥാനങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. അത് അതിനും അപ്പുറത്തേക്ക് പോകുമോ എന്നതാണ്. കാരണം കോൺഗ്രസിനകത്തെ വീതം വെപ്പാണ് ഏറ്റവും കുഴയ്ക്കുന്ന പ്രശ്നം അവരെ സംബന്ധിച്ച്. അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമം ആദ്യം മുസ്ലിം ലീഗ്, പിന്നീട് മറ്റു കക്ഷികൾ. ഈ തരത്തിലാണ് ഓരോരുത്തരെ ഒന്നൊന്നായി കണ്ടുകൊണ്ട് ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണത്തിനുമപ്പുറം ചില വകുപ്പുകളിലടക്കമുള്ള ധാരണയും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, തീർച്ചയായും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോൺഗ്രസിന് അകത്തെ മന്ത്രിമാർ അത് ആരൊക്കെ എന്ന് സംബന്ധിച്ചും വലിയ വെല്ലുവിളി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.